വൈരാഗ്യം കൊണ്ട് ജ്വലിക്കണം ഉള്ളം. അങ്ങനെ ഒരു സ്റ്റെപ്പിലേക്ക് ഇനി നമുക്ക് പുരോഗമിച്ചൂടെ? കാരണം എന്തൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുത്താലും ശരി, അതിൽ സുഖിക്കാന്ന് വിചാരിക്കുമ്പോഴേക്കും അത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് തന്നെ ബോധ്യമായി കിട്ടുക അല്ലേ? അപ്പോൾ അതാലോചിച്ച് പരിപൂർണ വൈരാഗ്യം, ആർത്ത. അങ്ങനെയുള്ള ആൾക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ജിജ്ഞാസു. പിന്നെ എങ്ങനെയാണ് എനിക്ക് മോചനം ഉണ്ടാവുക? അപ്പോഴേക്കും ആചാര്യന്മാർ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അജ്ഞാനമേവാസ്യ ഹി മൂലകാരണം തദ്ധാനമേവാത്ര വിധോ വിധീയത്തെ വിദ്യൈവ തന്നാശവിധോ പഠീയസി ന കർമ്മ തജ്ജം സവിരോധമീരിതം. അതെ, അജ്ഞാനമാണ് സകല കുണ്ടാവണ്ടികൾക്കും കാരണം. അറിവില്ലായ്മ. നിങ്ങളുടെ എല്ലാ ദുഃഖത്തിനും, സംസാര ദുഃഖത്തിനും കാരണം അറിവില്ലായ്മയാണ്. കാമനയായിട്ടാണ് നിങ്ങളിൽ അലോസരം ഉണരുന്നത്. പക്ഷെ കാമന നിവർത്തിച്ചതുകൊണ്ട് തൃപ്തിയാവുമെന്ന് വിചാരിക്കേണ്ട. കാമനകൾ നിവർത്തിക്കും തോറും പോരാ പോരാ എന്നേ തോന്നൂ. കേട്ടില്ലേ? അത് ദുഃഖ സന്തരണത്തിന് സഹായകം ആവില്ല. അതുകൊണ്ട് എന്തു വേണം? അതുകൊണ്ട് തത്വജ്ഞാനം നേടാൻ ഉത്സാഹിച്ചോളൂ. വിദ്യൈവ തന്നാശ വിധൗ പഠീയസി. പ്രശ്നം അറിവില്ലായ്മയായതുകൊണ്ട് പരിഹാരം അറിവാകുന്നു. ആചാര്യന്മാർ കാത്തും കണ്ട്. അപ്പൊ അവരെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ജിജ്ഞാസ ശമിക്കും. അയാൾ ആരായി മാറും? പിന്നീട് അർത്ഥാർത്ഥിയായി മാറും. അവിടെ അർത്ഥം എന്ന് പറഞ്ഞാൽ ധനം എന്നല്ല അർത്ഥം. പിന്നെയോ പരമപുരുഷാർത്ഥമായിട്ടുള്ള മോക്ഷം. അപ്പൊ എനിക്ക് മനസ്സിലായി, തത്വബോധം നേടിയിട്ട് സർവവ്യാപിയായി, സർവ അന്തര്യാമിയായി, സർവാതീതമായി പരിശോഭിക്കുന്ന ഈശ്വരനും ഞാനും ഒന്നാണ് എന്ന് അറിയലാകുന്നു മോക്ഷം. അതാകുന്നു എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം. മനസ്സിലായി? കേട്ടില്ലേ? എന്നിട്ട് അതിനുവേണ്ടി ഉത്സാഹിക്കുന്ന ആളാരായി? പരമപുരുഷാർത്ഥമായിട്ടുള്ള മോക്ഷത്തെ അർത്ഥിക്കുന്നവൻ അർത്ഥാർത്ഥി. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ പറഞ്ഞ ക്രമവും യോജിക്കും എന്ന് കാണാം. ആർത്തനായി തുടങ്ങി, ജിജ്ഞാസുവായി വളർന്നു, അർത്ഥാർത്ഥിയായിട്ട് ക്ലാരിറ്റി നേടി, ജ്ഞാനിയായി പരിണമിച്ചു. വ്യക്തമായില്ലേ? ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച ഭരതഋഷഭ. ഹേ അർജുന, 4 പ്രകാരത്തിൽ സുഹൃതികൾ എന്നെ ഭജിക്കുന്നു. ആർത്തന്മാരായി, അർത്ഥാർത്ഥികളായി, ജിജ്ഞാസുക്കളായി, അർത്ഥാർത്ഥികളായി, ജ്ഞാനികളായിട്ട്. ഓക്കെ, നമുക്കും ഈ ഒരു പാകതയും പക്വതയും വരട്ടെ. അത് വരാൻ എന്തു വേണം? ഗൃഹപാഠമായി പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു നോക്കണം. അങ്ങനെ പുരോഗമിക്കട്ടെ എന്ന് പറയാം. ഇന്നത്തെ നിലയിൽ കൂടുതൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു, ധനം സമ്പാദിച്ചു, അധികാരം നേടിയെടുത്തു, ജനപിന്തുണ വർദ്ധിപ്പിച്ചു, അങ്ങനെയൊക്കെ സമാധാനമാകാൻ പോകുന്നു എന്ന് വിചാരിച്ചാൽ വിഡ്ഢിത്തം. അതൊക്കെ 100 കൂട്ടം സങ്കീർണതകളെയും കൂടി ഒപ്പം സമ്മാനിക്കും. അതുകൊണ്ട് എന്തു വേണം? ഇതിനപ്പുറത്ത് പോകാൻ നമുക്ക് സാധിക്കണം. കൃപണാ ഫലഹേതവഃ എന്ന് 2-ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഫലത്തെ പുരസ്കരിച്ച് ആലോചിക്കുന്നവർ കൃപണന്മാരാണ്. കൃപണന്മാരെന്ന് പറഞ്ഞാൽ ദീനത ഉള്ളവരാണ്, തത്വജ്ഞാനമില്ലാത്തവരാണ്, പാപികളാണ്, നികൃഷ്ടന്മാരാണ് എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ഈശ്വര ആരാധന ഫലസിദ്ധി ലക്ഷ്യമാക്കിയാവുമ്പോൾ അവിടെ കൃപണത വരും. കൃപണതയ്ക്ക് മറുവശത്തിരിക്കുന്നത് ഉദാരതയാണ്, നിഷ്കാമതയാണ്. നിഷ്കാമത എന്ന് പറഞ്ഞാൽ കാമം കൊഴിഞ്ഞു പോവുക. കർമ്മഫല പ്രതീക്ഷയില്ലായ്മ എന്ന് നമ്മൾ വ്യവഹരിച്ച് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് കുറച്ചുകൂടി വിചാരം ചെയ്ത് അറിയേണ്ടതാണ്. കർമ്മഫലം എന്തുകൊണ്ട് പ്രതീക്ഷിക്കുന്നില്ല? ഈ കർമ്മഫലം എനിക്ക് യാതൊരു തൃപ്തിയും വാസ്തവത്തിൽ തരുന്നില്ല. ആനന്ദം എൻ്റെ സ്വരൂപമാകുന്നു. അതിൽ നിന്ന് വ്യതിചലിച്ചു പോകാനാണ് കാമവും കർമ്മഫല ആശ്രയത്വം ഒക്കെ നമ്മളെ സഹായിക്കുന്നത്.
അതുകൊണ്ട് അതിൽ നിന്ന് പിൻവാങ്ങി നിൽക്കാൻ പഠിച്ചു. കർമ്മമൊക്കെ ചെയ്യണം, അതൊക്കെ ലോകോപകാരപ്രദമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഫലം വരുന്നതിന് അതാത് പ്രകാരത്തിൽ നുകരുന്നുണ്ടാവാം. പക്ഷേ അതൊന്നും ചുറ്റിപ്പറ്റി ആനന്ദിക്കുന്നില്ല. ആനന്ദത്തിൻ്റെ ഉറവിടം അവനവൻ തന്നെ. ഈ ബോധ്യത്തിൽ അനുഷ്ഠിക്കുന്നവരാണ് ഉദാരന്മാർ, നിഷ്കാമന്മാർ. അങ്ങനെയുള്ള ഉദാരാ സർവ ഏവൈതേ. പക്ഷേ ജ്ഞാനികൾ അതിൽ അതിശ്രേഷ്ഠന്മാരാണ്. ജ്ഞാനി തു, ജ്ഞാനിയാകട്ടെ, ആത്മൈവ മതം. എൻ്റെ അഭിപ്രായത്തിൽ ജ്ഞാനി ആത്മാവ് തന്നെയാണ്. ജ്ഞാനിനഹ, എനിക്ക് ജ്ഞാനികൾ അതീവ പ്രിയങ്കരാണ്.